അപ്പം ആ ബ്ലൗസ് അതേ അവിടെ നിന്ന് അവര് എനിക്ക് എടുത്തു തന്ന മെഷർമെന്റ് വെച്ച് നമുക്ക് ഒരു ബ്ലൗസ് ഇപ്പം കട്ട് ചെയ്യാം. ഓക്കെ, തുണിയെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇങ്ങനെ, അതായത് ഡ്രാം ഹോൾ വലുതായതുകൊണ്ട് നമുക്ക് തുണി തികയത്തില്ല, നമുക്ക് ജോയിന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഇട്ട് നമുക്ക് ലൈനിങ്ങും പീസും ജോയിൻ ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് കൈ നീളം, 4 ഇഞ്ച് നമ്മൾ എടുക്കുക. ആംകുഴിയുടെ ഇറക്കം വന്ന് ഞാൻ 4 ഇഞ്ച് എടുത്ത്. അതെന്താന്ന് ചോദിച്ചാൽ ഇവരുടെ ആംഹോളിന്റെ ഹൈറ്റ് കൊണ്ട് 18.5 ഇഞ്ച് ഉണ്ട്. ക്യാപ്പിന്റെ ചുറ്റളവ് വന്ന് ഇവർക്ക് 15 ഇഞ്ചേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ 3.5 വെക്കുമ്പോൾ ഈ കൈയുടെ ഈ മേൽഭാഗം ഇങ്ങനെ ചുരുങ്ങി കിടക്കും, വൃത്തികേടായിട്ട് കിടക്കും. അത് കാരണം ഇവിടെ നമ്മളിപ്പോ ഇച്ചിരി ഇറക്കി വെച്ചു. ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് 2 ഇഞ്ച് എടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് 7.25 ഇഞ്ച് എടുത്തു. ഇപ്പൊ മൊത്തം എത്രയായി? 9.25. സ്ലീവിന്റെ ചുറ്റളവ് 14 ഇഞ്ചാണ്, അതായത് 7 ഇഞ്ച്. നമ്മൾ ഈ 7 ഇവിടെ മാർക്ക് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഇതിന്റെ സെന്ററിൽ ഒരു 1/2 ഇഞ്ച് മേളിൽ കയറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് പോരണം. അപ്പോഴാണ് കറക്റ്റ് സ്ലീവ് ഷേപ്പ് കിട്ടുന്നത്. ഇപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇവിടുന്ന് നമ്മൾ ഇത്രയും തുണി നമ്മൾ അറ്റാച്ച് ചെയ്യണം. കണ്ടോ, ഇത് വന്ന് എക്സ്ട്രാ തുണി കൊടുക്കണം. പക്ഷെ ഒരു സൈഡ് നമുക്ക് ആവശ്യത്തിനുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ കണക്കൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് പ്രശ്നം വരത്തില്ല. അതെ, ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. ഈ സെന്ററും കട്ട് ചെയ്യുമ്പം ഇനി നമുക്ക് ഇവിടെ എത്ര തുണി വേണമെന്ന് ഈ തുണി അങ്ങോട്ട് വെച്ച് ജോയിൻ നമുക്ക് പ്രശ്നമാകത്തില്ല. ഇങ്ങനെയൊന്നും പോകത്തില്ല. നമ്മൾ കറക്റ്റ് തുണി അറ്റാച്ച് ചെയ്തിട്ട് കറക്റ്റ് നമ്മളുടെ ആ നോച്ച് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ കമ്പി ഇട്ടുകൊണ്ട് ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. വലിയ കൈ വരുമ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്.